പരസ്പര മത്സരത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായാണ് മത്സരിക്കുന്നതെന്നും വിജയം ഉറപ്പാണെന്നുമായിരുന്നു RJD നേതാവും ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവിന്റെ പ്രതികരണം. നാഷണൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, ഏറ്റവും ഒടുവിൽ വലിയ ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പത്രിക പിൻവലിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്താണ് ഇന്ത്യ മുന്നണിയിൽ യഥാർത്ഥം സംഭവിക്കുന്നത്? രഞ്ജിത്ത്, നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള രണ്ടാം ഘട്ടത്തിൻ്റെ അവസാന സമയം. പക്ഷേ ഇപ്പോഴും 10 മണ്ഡലങ്ങളിൽ ഈ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്നുണ്ട്. 5 മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളായ RJDയും കോൺഗ്രസും തമ്മിലാണ് മത്സരിക്കുന്നത്. CPIയുടെ 6 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ കുറച്ച് മണ്ഡലങ്ങളെങ്കിലും ഇത്തരം ഒരു മത്സരം ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏറ്റവും അവസാനവട്ട ശ്രമം എന്ന നിലയ്ക്കാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും RJD നേതാവ് ലാലു പ്രസാദ് യാദവുമായിട്ടൊക്കെ പേഴ്സണലായി അടക്കം ബന്ധമുണ്ടായിരുന്ന അശോക് ഗെഹ്ലോട്ടിനെ അവിടെ പ്രത്യേക ദൂതനായി ഹൈക്കമാൻഡ് പ്രത്യേക ദൂതനായി വിട്ടത്. അശോക് ഗെഹ്ലോട്ട് ഇന്ന് അവിടെ പറ്റ്നയിലെത്തി ലാലു പ്രസാദ് യാദവുമായും പാർട്ടി ഇപ്പോൾ നയിക്കുന്ന തേജസ്വി യാദവുമായിട്ടൊക്കെ ദീർഘനേരം ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ചർച്ചയ്ക്ക് ശേഷവും രണ്ടുപേർക്കും ഏതെങ്കിലും ആ സീറ്റുകളുടെ കാര്യത്തിൽ, പരസ്പരം മത്സരിക്കുന്ന സീറ്റുകളുടെ കാര്യത്തിൽ ഒരു അവസാന തീരുമാനത്തിൽ എത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പക്ഷേ മറ്റേതെങ്കിലും തരത്തിൽ തർക്കങ്ങളില്ല. ഇപ്പോൾ തൽക്കാലം ആ സീറ്റുകൾ അങ്ങനെ പോകട്ടെ, ബാക്കി എല്ലായിടത്തും ഈ പ്രശ്നങ്ങൾ മറ്റ് മണ്ഡലങ്ങളിലേക്ക് ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുക, അത്തരം ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് രണ്ട് പാർട്ടികളും. കഴിയുമെങ്കിൽ രണ്ട് പാർട്ടികൾക്കും എവിടെയെങ്കിലുമൊക്കെ ചില മണ്ഡലങ്ങളിലേക്കെങ്കിലും സ്ഥാനാർത്ഥികളെ മാറ്റാനുള്ള അവസാനവട്ട ശ്രമങ്ങൾ വേണമെങ്കിൽ നടത്താം. ഇങ്ങനെ ഒരു തർക്കം കൊണ്ട് ബീഹാറിൽ നിലവിലുണ്ടായിരുന്ന ഒരു വിജയ സാധ്യതയെ ഇല്ലാതാക്കരുത് എന്നുള്ള ഒരു പൊതുവികാരത്തിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർശനമായി തന്നെ താഴേക്ക് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ RJDയുടെയും നേതാക്കൾക്ക്, രണ്ടാം നിര നേതാക്കൾക്കടക്കം കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരാരും അത്തരത്തിലൊരു പ്രതികരണവും നടത്തുന്നില്ല. എങ്ങനെ ഇത് പാച്ചപ്പ് ചെയ്യാം എന്നുള്ളതാണ്. പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പ്രശ്നത്തെ എങ്ങനെ പരമാവധി കുഴപ്പങ്ങളില്ലാതെ നിലനിർത്താം എന്നുള്ള ഒരു മട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ചില മണ്ഡലങ്ങളിലെങ്കിലും അത്തരം മത്സരം, സൗഹൃദ മത്സരം എന്നൊക്കെ ഇവർ പറയുമ്പോഴും സാധാരണഗതിയിൽ അങ്ങനെ വോട്ട് രണ്ടായി പോയി കഴിഞ്ഞാൽ അവിടെ BJPക്ക് ജയിക്കാനുള്ള സാധ്യത വരികയും ഒക്കെ ചെയ്യും. കഴിഞ്ഞ തവണ 15 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് പരാജയം സംഭവിച്ചത് എന്ന് ഓർക്കണം. അതാണ് ഇപ്പോഴും രണ്ട് പാർട്ടിയുടെയും നേതാക്കൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. കുറച്ച് സീറ്റുകൾ അങ്ങനെ കഴിഞ്ഞ തവണ ഉണ്ടായ അബദ്ധം ഇത്തവണ ഉണ്ടാവരുത് എന്നുള്ള ഒരു മുന്നൊരുക്കമൊക്കെ അവർ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ മറ്റ് പല സംസ്ഥാനങ്ങളെ പോലെയല്ല, പ്രാദേശിക തലത്തിൽ RJDയുടെ നേതൃത്വം പറഞ്ഞാലും കോൺഗ്രസ് നേതൃത്വം ഒക്കെ പറഞ്ഞാലും പ്രാദേശിക തലത്തിൽ മത്സരമായി നിൽക്കുന്നവരെ ആ പാർട്ടി തള്ളി പറഞ്ഞാൽ അവർ വീണ്ടും റിബലായി മത്സരിക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ് ബീഹാർ. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം അത്ര വേഗത്തിൽ പരിഹരിക്കാമെന്ന് എന്തായാലും കഴിയില്ല. അതിനപ്പുറത്തേക്ക് മറുഭാഗത്താണെങ്കിൽ എന്തായാലും 243 സീറ്റുകളിലും 243 സ്ഥാനാർത്ഥികൾ മാത്രമാണുള്ളത് NDA ഭാഗത്ത്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്താണെങ്കിൽ നിലവിൽ 243-ൽ 253 സ്ഥാനാർത്ഥികളുണ്ട്. 10 സ്ഥാനാർത്ഥികളാണ് അധികമായി ഉള്ളത്. ഇവരിൽ കുറച്ചുപേരെങ്കിലും നാളെ പിൻവലിപ്പിക്കാൻ, നാളെ അവസാന നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന സമയത്തുള്ളിൽ പിൻവലിപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ ഇന്ത്യ മുന്നണി നേരിടുന്ന ഈ സൗഹൃദ മത്സരം എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന ഈ മത്സരത്തെക്കാൾ അവർ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയം, പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി രംഗത്ത് പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്ത് ആ തരത്തിലേക്ക് ഒരു പ്രചരണത്തിന് ആവേശം പകരാൻ കഴിയുന്നതിന് പകരം പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ ഇത്തരം ചർച്ചകളിലൊക്കെ ഏർപ്പെടേണ്ടി വരുന്നു എന്നുള്ളത് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. തർക്കം അവസാനിക്കുന്നില്ല. ഇന്ത്യ മുന്നണിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നു.